ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു റമദാൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മൈദയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. മൈദ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടിക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നുള്ള അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഈസ്റ്റ് പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ ഈ ഒരു വാനില പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മളൊരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഈസ്റ്റിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു വാനില പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് നമ്മളൊന്ന് കറക്റ്റാക്കി എടുത്താൽ മതി. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പൊടികളൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ഈ ഒരു ഈസ്റ്റ് പെട്ടെന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോകണ്ട കേട്ടോ. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി പ്രധാനമാണ്. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മാവ് നമ്മൾ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസും അല്ല, നന്നായിട്ട് തിക്കും അല്ല. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിക്നെസ്സാണ് കേട്ടോ വേണ്ടത്. മാവ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നമ്മുടെ പഴംപൊരിയുടെ മാവിനെക്കാട്ടിലും കുറച്ചും കൂടി തിക്കായിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാവുക. കാരണം നമ്മളിനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു മാവ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈ ഒരു ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഏലക്കായ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ, സാഫ്രോൺ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഷുഗർ സിറപ്പ് നമുക്ക് ഒരുപാട് കട്ടിയായിട്ടല്ല കേട്ടോ വേണ്ടത്. ജസ്റ്റ് ആ ഒരു പഞ്ചസാരക്കൊന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടോ നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഷുഗർ സിറപ്പ് റെഡി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാവ് ഇതാ ഡബിളായി വന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മാവ് ഒരുപാട് സമയം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കരുത്. അപ്പോൾ ആ ഒരു ഈസ്റ്റിൻ്റെ ഭയങ്കര ഒരു കുത്തുന്ന ടേസ്റ്റും സ്മെല്ലായിരിക്കും. അപ്പോഴും ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഡെസേർട്ട് കഴിക്കാൻ കറക്റ്റ് നമ്മൾ 1 മണിക്കൂർ വെച്ചാൽ മതി. ഇനി ഈ ഒരു മാവ് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള എയർ ബബിൾസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാടിട്ട് നമ്മളിത് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ നോർമൽ വാട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൈ അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഈ മാവിന്ന് ചെറിയ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് ഇത് കയ്യിൽ എടുത്തിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മാവ് നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് നമുക്കിങ്ങനെ കൈ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മാവ് ഇട്ട് കൊടുക്കാൻ. ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ മാവ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കൈ ഒന്നും കൂടെ വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഈ ഒരു മാവ് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കും.
മാവ് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മാവ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന ശേഷം ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അധികം സമയം എടുക്കുകയൊന്നുമില്ല കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. ഇതിൽ എണ്ണ പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിൻ്റെ പേര് ലുക്കൈമത്ത് എന്നാണ്. ഇതൊരു അറേബ്യൻ ഡെസേർട്ടാണ്. ഇത് ഇഫ്താറിനും ഈദിനൊക്കെ സൗദികൾ ഉണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഡെസേർട്ട് കഴിക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈദിനുണ്ടാക്കിയ സമയത്ത് തന്നെ കുറേ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ലുക്കൈമത്ത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഷുഗർ സിറപ്പ് തണുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. ചൂടാക്കിയ ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. പുറം ഭാഗം നല്ല ക്രിസ്പും ഉൾഭാഗം നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ഇതിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല സ്പോഞ്ച് പോലെയൊക്കെ ഉണ്ടാവുക. ഞാനിതിൻ്റെ സൗണ്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ സിമ്പിളല്ലേ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു ലുക്കൈമത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുക. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലുക്കൈമത്ത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്